എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനുള്ള നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇവിടെ നേരത്തെ മുതലുള്ളതാണ്, ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ആ ഫുഡ് സ്പോട്ടിൽ നിന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കുത്തിയോടാണ് കേട്ടോ. ചേർത്തല അടുത്താണ് കുത്തിയോട്. അപ്പോൾ അത് നമ്മുടെ നാഷണൽ ഹൈവേ ആണ്. അവിടെ അരൂർ റോഡ് എലിവേറ്റഡ് ഹൈവേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ നാഷണൽ ഹൈവേ ഇറങ്ങുന്നത് നമ്മുടെ മാർക്കറ്റ് റോഡാണ്. നമ്മുടെ നാട് കുത്തിയോടാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളുണ്ട്. ആ ഭാഗത്തൊക്കെ നമ്മുടെ ആ പുതിയ ഷോപ്പ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നേരത്തെ ഷോപ്പ് ഉണ്ടായിരുന്ന പഴയൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ പുതിയ ഷോപ്പ് അവിടെ തൊട്ടപ്പുറത്തുണ്ട്. കണ്ടില്ല, അവിടെ ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫുഡ് സ്പോട്ട്, ബാലാജി കഫേ ദോശക്കട. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. 8:45 ഇനോഗ്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻ കഫേ ആണ്. അപ്പോൾ ദോശയുടെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്പസമയത്തിനുള്ളിൽ നമ്മൾ എൻ്റെ ഇനോഗ്രേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചേട്ടനവിടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു വിളക്ക് അവിടെ കത്തിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഭദ്രദീപം കൊളുത്തുന്നതിന് മുന്നേ ഇതുവരെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഭദ്രദീപം കൊളുത്തുക. അപ്പോൾ ആ ചേട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അത് പൂക്കളാലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഫോട്ടോയൊക്കെ അവിടെ കണ്ടില്ലേ, പുറകിൽ അവിടെ ആവി വന്നിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഭദ്രദീപം കൊളുത്താൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ ഭദ്രദീപം കൊളുത്തിരിക്കുകയാണ്. ഓരോരുത്തരെ വന്ന് ഭദ്രദീപം കൊളുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, മുതിർന്ന ആൾക്കാരാണ്. ഇവിടെ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടൻ പ്രസാദം കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക്. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം തിരക്ക് കാര്യങ്ങളോട് ഉണ്ട്. അവരുടെ റിലേറ്റീവ്സ്, അവിടെ നാട്ടുകാർ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അത്ര ഫേമസ് ഇവിടെ കേട്ടോ അത് പണ്ടേ പോലെ. കണ്ടില്ലേ, അത്യാവശ്യം തിരക്കായി ഇവിടെ. ഇപ്പോൾ നമുക്ക് ഉഴുന്നോട കിട്ടിയിരിക്കുകയാണ്. ഉഴുന്നോട ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമുക്ക് ഉഴുന്നോട കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ ചായയും കിട്ടും. ഉഴുന്നോടയും ചായയും. ഉഴുന്നോട നല്ല ക്രിസ്പി ഉഴുന്നോട കേട്ടോ. ചായ അത് കിടിലൻ ചായ. അപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ കടയെ പറ്റി. പണ്ടേ പോലെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് പറഞ്ഞിരിക്കുന്നത് ദോശ, ഒരു സെറ്റ് ദോശയും ഒരു സവാള വട, ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദോശ കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നു. പണ്ടേ പോലെ ഒരു ദോശ ഭയങ്കര ഫേമസാണ്. അത് കഴിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന്. സവാള വട നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയേ ഉള്ളൂ. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മൾ നേരത്തെ വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരായിട്ടോ. നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. പണ്ടേ പോലെ നല്ല അഭിപ്രായമുള്ള കടയാണത്. കഴിച്ചു നോക്കി. ചായ വന്നിരിക്കുകയാണ്. ദോശയൊക്കെ സോഫ്റ്റ് ദോശയാണ്. സോഫ്റ്റ് ദോശ നല്ല ചൂടുണ്ട്. നമുക്കിനി ആ സവാള വെള്ളം കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടോ. നല്ല മൊരിഞ്ഞിരിപ്പുണ്ട്. നല്ല അതിനകത്ത് ഫില്ലിങ്സൊക്കെ ഉണ്ടല്ലോ. നല്ല എരിവുണ്ട് കേട്ടോ. അത്യാവശ്യം കഴിച്ചു നോക്കുന്നത് നല്ല എരിവാണ്. ചായ സ്ട്രോങ് ചായ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കിടിലം ഫുഡായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിട്ട് ഇവിടെ. നേരത്തെക്കാളും കൂടി തിരക്കായി ഇവിടെ. ഇപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ അകത്ത് വന്നിരിക്കണം. ഇവിടെ ഗ്രൈൻഡറൊക്കെ അരച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ മുതലാളിയുടെ ദോശ ഇടാനുള്ള പ്ലാനിലാണ്. കണ്ടില്ലേ, എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട്. കിച്ചണൊക്കെ നല്ല വൃത്തിയുള്ള കിച്ചണാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുതലാളിയുടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ആ ദോശ ഒഴിച്ച് ആ ചൂടോടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് വേറൊരു ലെവലാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കണ്ടില്ലേ, ദോശ ഇടാനുള്ള പ്ലാനാണ് മുതലാളി. അപ്പോൾ ദോശ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, പുട്ട്, പൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുക. പൂരി റെഡി ആയിട്ടില്ല ഇത് കേട്ടതാണ്. അപ്പോൾ അവിടെ മുതലാളി അവിടെ മസാല ദോശ ഇടാനുള്ള പ്ലാനിലാണ്. കണ്ട് മാവ് ഒഴിച്ച് അതിപ്പോൾ വലിപ്പം കൂട്ടി തരും കേട്ടോ. വലിപ്പം കൂട്ടിയെടുക്കും. അതിപ്പോൾ കണ്ടില്ലേ, ഭയങ്കര വലിപ്പമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദോശക്കുള്ള മാവ് ഇപ്പോൾ ഒഴിക്കും. അതിന് മുന്നേ കല്ലൊന്ന് വരച്ച് ഒന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ മസാല വരുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബീട്രൂട്ട് മസാല തന്നെയാണ്. പണ്ടേ പോലെ ഇങ്ങനെയാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ് മസാല ദോശയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും.
ഒരുപാട് കൊണ്ടുകൊടുത്ത് കഴിച്ചിട്ടുള്ളതാണ് നേരത്തെ കടയിൽ നിന്ന്. ഇപ്പോൾ കണ്ടില്ലേ, വായിൽ വെള്ളം വരുന്നത് കണ്ടിട്ട്. അതോണം മസാല ദോശയുടെ റെഡി ആയിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ചൂട്, നല്ല ആവി പറക്കണ മസാല ദോശയാണ്. തൊട്ടപ്പുറത്ത് നെയ്റോസ്റ്റാണ് പ്ലാനിലാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട് കേട്ടോ അതിന്. അതാ ചില്ലിൻകൂട്ടിൽ ഉഴുന്നുവടയുണ്ട്, ബോണ്ടയുണ്ട്, പരിപ്പുവടയുണ്ട്, സവാള വടയുണ്ട്, ലഡ്ഡുണ്ട്, പിന്നെ താഴത്ത് മിച്ചറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ടോട്ടലി അടിപൊളിയാണ്. അപ്പോഴത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് ടോട്ടലി അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തം. അപ്പോൾ ആ ഫുഡ് സ്പോട്ടിലെ കാഴ്ചകളും അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സമയം കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.